നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ സമരം നടത്തി. കാർഷിക ഭക്ഷ്യ സംസ്കരണ സുസ്ഥിര വളർച്ചാ സമ്മേളനവും പ്രദർശനവും കേരള കാർഷിക സർവകലാശാലയിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പരിചരണ ദിനാചരണവും പാലിയേറ്റീവ് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ഇടതു സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണെന്നും ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും AICC നിർവാഹക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ ഇക്കണ്ടവാര്യർ റോഡിലെ പൗരസമിതി ജംഗ്ഷനിൽ നടുറോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധ സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. മഴ മാറി 1.5 മാസം പിന്നിട്ടിട്ടും തൃശൂർ കോർപ്പറേഷനിലെ പ്രധാന റോഡുകൾ വാഹന ഗതാഗതത്തിനും കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അമൃതം പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ കോർപ്പറേഷൻ ലഭിച്ചിട്ടും കെട്ടിട നികുതി ഇനത്തിൽ കോടിക്കണക്കിന് രൂപ തൃശൂർ ജനതയിൽ നിന്ന് പിരിച്ചെടുത്തിട്ടും റോഡുകൾ റീടാറിംഗ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും CPM നേതാക്കളും മേയറും മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഒരാഴ്ച കാലം മഴ മാറി നിന്നാൽ എല്ലാ റോഡുകളും റീടാറിംഗ് നടത്തുമെന്ന മേയറുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. റോഡ് ടാറിംഗ് പ്രവൃത്തികൾക്കായി മാറ്റിവെച്ച തുക എവിടെയെന്നും കൌൺസിൽ അറിയാതെ വകമാറ്റിയെന്നും LDF ഭരണസമിതി നേതാക്കൾ അതിന് മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഉപനേതാവ് EV സുനിൽ രാജ് അധ്യക്ഷനായി. DCC സെക്രട്ടറി രവി ജോസ് താണിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജയപ്രകാശ് പൂവത്തിങ്കൽ, മുകേഷ് കൂളപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ പാസാക്കിയ നിയമം സർക്കാർ തന്നെ തെറ്റിച്ചുകൊണ്ട് വേലി തന്നെ വിളവ് തിന്നുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്ന് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. തൃശൂർ പുഴയ്ക്കലിലുള്ള വ്യാവസായിക വകുപ്പിന്റെ കീഴിലുള്ള ഭൂമി മണ്ണിട്ട് നികത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അനീഷ് കുമാർ. തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്ന സർക്കാർ തന്നെയാണ് പുഴയ്ക്കലിലുള്ള 10 ഏക്കറോളം വരുന്ന തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കിൻഫ്ര വ്യവസായ പാർക്കിന്റെ മറവിൽ പുഴയ്ക്കൽ പാടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പുഴയ്ക്കൽ കിൻഫ്ര വ്യവസായ പാർക്കിന്റെ പുറകുവശത്തുള്ള ഏക്കർ കണക്കിന് വരുന്ന പാടശേഖരം നിയമപാലകരായ സർക്കാർ തന്നെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായ രീതിയിൽ വെള്ളപ്പൊക്കം അനുഭവിക്കുന്ന മേഖലകളായ പൂങ്കുന്നം ഡിവിഷൻ, കുട്ടംകുളങ്ങര ഡിവിഷൻ, അയ്യന്തോൾ ഡിവിഷൻ, പുതൂർക്കര ഡിവിഷൻ എന്നിവിടങ്ങളിലെ 3000-ലധികം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായിട്ടും മുഖവിലക്കെടുക്കാതെ മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനമെങ്കിൽ ജനകീയമായി BJPയുടെ നേതൃത്വത്തിൽ അതിനെ നേരിടുമെന്നും അനീഷ് കുമാർ പറഞ്ഞു. പ്രളയത്തിനു ശേഷമുണ്ടായ മേഖലകളിലെ കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയ റിപ്പോർട്ട് പുഴയ്ക്കൽ പാടശേഖരം വ്യാപകമായി മണ്ണിട്ട് നടത്തിയതുകൊണ്ടാണ് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായത് എന്നാണ്. ഇത്തരത്തിലുള്ള നിയമലംഘനത്തിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അനീഷ് കുമാർ സൂചിപ്പിച്ചു. വെള്ളക്കെട്ട് രൂക്ഷമായി ബാധിക്കുന്ന വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ BJPയുടെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് C മേനോൻ, വിപിൻ കുമാർ ഐനിക്കുന്നത്ത്, സുശാന്ത് ഐനിക്കുന്നത്ത്, മുരളിനാഥ്, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ചന്ദ്രൻ പന്തളത്ത് രാമകൃഷ്ണൻ, മോഹൻദാസ് ബാബു, പോൾ രാധാകൃഷ്ണൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങണമെങ്കിൽ എന്തിനാണ് ഈ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി ഇത്തരത്തിലൊരു ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇതിൻ്റെ ഒരു ചെലവുമില്ലാതെ നല്ല കരഭൂമിയിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാമല്ലോ. അപ്പോൾ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, ജനങ്ങളെ കഷ്ടത്തിലാക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ അഴിമതി ഉണ്ടെന്ന് ഞാൻ കുറിച്ച് അന്വേഷിക്കണം.
ഈ മണ്ണ് മാഫിയുമായിട്ട് വല്ല ഇടപാടും വ്യവസായ വകുപ്പിന് ഉണ്ടായിട്ടുണ്ടോ, അവിടെ നിന്ന് കള്ളിമണ്ണെടുത്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ കമ്മീഷൻ അടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇടപാട്. അപ്പോൾ ഈ മണ്ണിടുന്നതിൻ്റെ പിന്നിൽ കമ്മീഷൻ അടി നടന്നിട്ടുണ്ടാവും, ഉദ്യോഗസ്ഥന്മാർക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ പാടം മണ്ണിട്ട് തകർത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ കരഭൂമി ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം അറിഞ്ഞ സമയത്ത് ത്വരിതഗതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം ഞങ്ങൾ വിളിച്ചു ചേർത്ത് ഈ വിഷയത്തിൽ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും ശക്തമായിട്ടുള്ള നിയമ നടപടികളും പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കൊരു നിയമവും സർക്കാരിന് വേറൊരു നിയമവും എന്നുള്ളത് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഞാൻ താമസിക്കുന്നത് ഇവിടെ ഹരിശ്രീ മുരുകാനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടാണ് പ്രതിനിധീകരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഇങ്ങനെ രഘു വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കേട്ടപ്പോൾ തന്നെ ആകെ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ഓൾറെഡി 2018 മുതൽക്ക് 18, 19, 20 കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്ലൂഡിങ് ദിസ് 2024 വരെ മഴക്കെടുതി കൊണ്ടും ഡാമുകൾ അതിക്രമമായിട്ട് തുറന്നുവിടുന്ന ആ സാഹചര്യങ്ങളെ കൊണ്ടും ഞങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. ഒരു 3000-4000 ആൾക്കാർ മെമ്പേഴ്സ് താമസിക്കുന്ന ഒരു ഏരിയയാണ് ഫുൾ ഏരിയ. ആ ഇത്രയും ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാരും ഈ മഴ പെയ്ത് ഇത്രയും ദുർവിധി ഉണ്ടാവുമ്പോൾ അവിടെ നിന്ന് വീട് വിട്ട് വെക്കേറ്റ് ചെയ്ത് മാറുക, ഇതെല്ലാ പാർട്ടികൾക്കും അറിയാം. ഇവിടുത്തെ ഇരുന്നിട്ടുള്ള MLA-മാരായാലും മന്ത്രി തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ഇതിൽ ഇടപെട്ട് അറിയണത്. എന്നിട്ട് അവർ ഇത്രയും ഏരിയ കവർ ചെയ്തിട്ട് ഇത്രയും മണ്ണടിക്കുമ്പോൾ അടുത്ത മൺസൂൺ വരുമ്പോഴത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അതിൻ്റെ കെടുതി എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇവർക്ക് ഇവരുടെ ഒരു എന്താ പറയുക, അപ്പോഴത്തെ ഒരു നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുത്ത് ചെയ്യണത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ജനങ്ങളുടെ വോട്ട് മേടിച്ച് അവരെ തന്നെ നെഞ്ഞത്ത് കുത്തുന്ന ഒരു സംവിധാനമാണ് ഇതിനെ. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ നിന്നും മാറണം. ഞങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാനോ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവർ ഉണ്ടാക്കി തരുന്നതിന് പകരം അതിനെ ഇല്ലാണ്ടാക്കി ഞങ്ങളെ മാക്സിമം ദുരിതത്തിലേക്ക് തള്ളി വിടാണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അതിന് വേണ്ട സാഹചര്യങ്ങളും ഇറങ്ങി വന്നിട്ടുള്ള ഇവരെ ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരെയും ഫുൾ പിന്തുണ ഇവർക്കുണ്ടായിരിക്കും. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. എൻ്റെ പേര് ചന്ദ്രൻ. കേരള കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ ദേവസി അധ്യക്ഷനായി. കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. ജില്ലയുടെ പല ഭാഗത്തും കാട്ടുപന്നികളുടെ ശല്യം മൂലം കൊയ്തെടുക്കാറായ നെല്ല് നശിക്കുന്നു. വൻതോതിലുള്ള കൃഷിനഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. കൃഷി നശിച്ച കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണം. വനനിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക. വന്യമൃഗ ശല്യം മൂലം കർഷകർക്കും ജനങ്ങൾക്കും ഉണ്ടാകുന്ന ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് UDF നടത്തുന്ന സമരപ്രചരണ ജാഥ ജനുവരി 31 തൃശൂരിലെത്തുമ്പോൾ സ്വീകരണം നൽകാൻ തീരുമാനിച്ചു. സംസ്ഥാന ഭാരവാഹികളായ സജീവ്, അശോകൻ, ജോയ് മാഷ്, ഗോവിന്ദൻകുട്ടി, ഷാജി ചിറ്റിലപ്പിള്ളി, വിനയകുമാരൻ, മോഹൻദാസ്, TN നമ്പീശൻ എന്നിവർ പ്രസംഗിച്ചു. നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പരിചരണ ദിനാചരണവും പാലിയേറ്റീവ് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. മൂർക്കനിക്കര സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജിയ ഗിഫ്റ്റൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അമൽറാം, ഇസാഫ് സീനിയർ മാനേജർ മെറീന, പഞ്ചായത്ത് സെക്രട്ടറി K പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിനിത സുഭാഷ്, മിനി വിനോദ്, MS അശോക് കുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീജ ജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
കേരളത്തിലെ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുമായും പിന്നീട് എല്ലാ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആശയവിനിമയം നടത്തിയ 3 പ്രധാനപ്പെട്ട പരിപാടികളുണ്ട്. ഒന്ന്, അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യം എന്ന ചിന്തയിൽ നിന്ന് മോചിപ്പിക്കുക. മറ്റൊന്ന്, ലോകത്തിന് മാതൃകയായി ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുക. ആ അജണ്ടയിൽ 3ാമത്തെയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള അജണ്ട പാലിയേറ്റീവ് രംഗത്ത് ഒരു പുതിയ വിപുലമായ ഒരു പാലിയേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതനുസരിച്ച് പഞ്ചായത്തുകളുമായി നമ്മുടെ നിയോജക മണ്ഡലത്തിനകത്ത് കൂടിയാലോചിച്ചപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും MLA ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറുമായി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് രംഗത്ത് നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ യുവജന സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കൂട്ടി ആശാവർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ളൊരു പാലിയേറ്റീവ് സംവിധാനം തയ്യാറാക്കണം എന്ന് നമ്മൾ ആലോചിച്ചു. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്.
കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വധശ്രമത്തിലെ പ്രതിക്ക് 33 വർഷവും 7 മാസം കൂടി കഠിന തടവും 85,000 രൂപ പിഴയും ശിക്ഷ. മുല്ലശ്ശേരി സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ വെങ്കിടങ്ങ് പാടൂരുള്ള കൊല്ലങ്കി വീട്ടിൽ സനീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഈ കേസിലെ മറ്റു പ്രതിയായ ഹാരിസ് വിചാരണ നേരിടാതെ ഒളിവിലാണ്. 2016 ഒക്ടോബർ 21 കേസിനാസ്പദമായ സംഭവം. രാഷ്ട്രീയ വിരോധം വെച്ച് സംഘം ചേർന്ന് കാറിൽ വന്ന് പാടൂർ ഇടിയഞ്ചിറ പാലത്തിനു സമീപം റോഡിൽ വെച്ച് ബൈക്കിൽ വരികയായിരുന്ന മുല്ലശ്ശേരി സ്വദേശിയെ കാർ തടഞ്ഞു നിർത്തി വാളുകൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. രക്ഷപ്പെടാനായി യുവാവ് അടുത്തുള്ള വീട്ടിൽ ഓടിക്കയറി വാതിലടച്ചെങ്കിലും വാതിൽ ചവിട്ടിപ്പൊളിച്ച് അക്രമി സംഘം വീടിനുള്ളിൽ കയറി വിഷ്ണുപ്രസാദിനെ വെട്ടുകയായിരുന്നു. പിഴസംഖ്യ പരുക്കുപറ്റി വിഷ്ണുപ്രസാദിന് നൽകാൻ വിധിയിൽ പ്രത്യേക പരാമർശമുണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. കോർട്ട് ലൈസൺ ഓഫീസറായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PJ സാജനും പ്രോസിക്യൂഷനെ സഹായിച്ചു. ഇടതു സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണെന്നും ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും AICC നിർവാഹക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്ന അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്നും KPSTA തൃശൂർ റവന്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ KPSTA ജില്ലാ പ്രസിഡന്റ് PK ജയപ്രകാശ് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, ജില്ലാ സെക്രട്ടറി KS സുഹൈർ, ട്രഷറർ PC ശ്രീ പത്മനാഭൻ, K അജിത് കുമാർ, PJ രാജു, AM ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ ശക്തിപ്പെടുത്തണം. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് പോരാടണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ ഞാൻ നേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷാഹിദ ടീച്ചർ ഇപ്പോൾ റിട്ടയർ ചെയ്യുകയാണ്. ഷാഹിദ ടീച്ചർക്ക് എല്ലാവരും നല്ലൊരു കയ്യടിയോടെ നമുക്ക് ആശംസകൾ നേരാം. ടീച്ചർ റിട്ടയർ ചെയ്യുന്നു. ഇനി ഫുൾ ടൈം പ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്. കാർഷിക ഭക്ഷ്യ സംസ്കരണ സുസ്ഥിര വളർച്ചാ സമ്മേളനവും പ്രദർശനവും വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയിൽ നടത്തി. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഓൺലൈനിലൂടെ കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തിലെ കാർഷിക ഭക്ഷ്യ സംസ്കരണത്തിലെ ബിസിനസ് സാധ്യത തുറക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ പരിപാടിയിൽ പാനൽ ചർച്ചകളും നൂതന കാർഷിക ഉപകരണങ്ങൾ, ഭക്ഷണ വിഭവങ്ങൾ, സാങ്കേതിക വിദ്യകൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. വിവിധ സ്റ്റാളുകളിൽ നിന്നും ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. ഡയറക്ടർ ഉമായസ് നായർ, പ്രൊഫസർ V പത്മാനന്ദ് എന്നിവർ സംസാരിച്ചു. ഞങ്ങളെല്ലാം കണക്കാക്കുന്നത്. കൃഷിയുടെ കാര്യത്തിൽ നാം ഇതുവരെയും ഗൗരവതരമായി കണ്ടിരുന്നത് പ്രൈമറി അഗ്രികൾച്ചറിനെ മാത്രമായിരുന്നു. പ്രൈമറി അഗ്രികൾച്ചർ എന്നതിലൂടെ മാത്രം കാർഷിക മേഖലയ്ക്ക് ഒരു സുസ്ഥിരമായ വികസനം, കർഷകർക്ക് അർഹമായ വരുമാനം എന്നിവ ഉറപ്പാക്കുക പ്രയാസമാണ് എന്നുള്ളതുകൊണ്ടാണ് സെക്കൻഡറി അഗ്രികൾച്ചറിനും വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാരും തീരുമാനിച്ചത്. പ്രൈമറി അഗ്രികൾച്ചറിനെ പോലെ തന്നെ സെക്കൻഡറി അഗ്രികൾച്ചറിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സംസ്ഥാന കൃഷി വകുപ്പ് അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രക്രിയയിലാണ് സുസ്ഥിരമായ വികസനം കാർഷിക മേഖലയിലും ഭക്ഷ്യ സംസ്കരണ മേഖലയിലും എന്ന വിഷയത്തിന് ഒരു പ്രാധാന്യം കൂടുന്നത്. ഈ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്
ഈ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ്, കേരള കാർഷിക സർവകലാശാല, അസോച്ചം, കാപ്കോ, ഗ്രാൻഡ് തോട്ടൺ ഫാരം എന്നീ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശില്പശാല ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. 150 ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. പുനഃസംഘടിപ്പിച്ച തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തൃശൂർ DCCയിൽ നടന്ന പ്രഥമ യോഗത്തിൽ വെച്ച് ബ്ലോക്ക് ഭാരവാഹികൾ ചാർജ് എടുത്തു. തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മേയറും DCC വൈസ് പ്രസിഡന്റുമായ IP പോൾ മുഖ്യാതിഥിയായി. DCC സെക്രട്ടറി ബൈജു വർഗീസ്, UDF തൃശൂർ നിയോജക മണ്ഡലം ചെയർമാൻ K ഗിരീഷ് കുമാർ, ഹാപ്പി മത്തായി, KA ടോണി തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസപിതാവിന്റെയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നവവൈദികരായ ഫാദർ പ്രിൻസ് ചെറുതാനിക്കൽ, ഫാദർ ഫ്രാങ്കോ ചെറുതാനിക്കൽ, ഫാദർ ജീസ് അക്കരപ്പട്ടിക്കൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. ദൈവം കനിവാനരുളട്ടെ.
ലതീഞ്ഞ് നൊവേന എന്നീ ചടങ്ങുകൾക്കു ശേഷം ഫാദർ ജീസ് അക്രപ്പട്ടേക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ജനുവരി 25, 26, 27 തീയതികളിലാണ് തിരുനാൾ. ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുകയും അങ്ങയുടെ സഹായം മാധ്യസ്ഥം തേടുകയും ചെയ്യുന്ന എല്ലാവർക്കും അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാം തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധ സമരം നടത്തി. കാർഷിക ഭക്ഷ്യ സംസ്കരണ സുസ്ഥിര വളർച്ചാ സമ്മേളനവും പ്രദർശനവും കേരള കാർഷിക സർവകലാശാലയിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നടുത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പരിചരണ ദിനാചരണവും പാലിയേറ്റീവ് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ഇടതു സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണെന്നും ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും AICC നിർവാഹക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.